നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സ്മരണകൾ നിലനിർത്താൻ സ്മാരകമൊരുങ്ങുന്നു. സ്മാരക മന്ദിരത്തിന് കാഞ്ഞങ്ങാട്ട് മന്ത്രി അടൂർ പ്രകാശ് തറക്കല്ലിട്ടു. കാസർകോട്ടും ഷീ ടാക്സി നിരത്തിലോടും. താക്കോൽദാന ചടങ്ങ് നടന്നു. പരസ്യ ബോർഡുകളും കമാനങ്ങളും പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കിയില്ലെങ്കിൽ സംഘാടകർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ജില്ലാ ഭരണകൂടം. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് SFI മാർച്ച്. കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. പുതിയ കാലത്തെ മാധ്യമപ്രവർത്തകർ TKKയെ മാതൃകയാക്കണമെന്ന് മന്ത്രി അടൂർ പ്രകാശ്. TKK ഫൗണ്ടേഷൻ പുരസ്കാരം ശ്രീധര കമ്മത്തിന് സമർപ്പിച്ചു. ജില്ലയിൽ മാനേജ്മെന്റ് നിയമപഠനത്തിന് അവസരമൊരുങ്ങുന്നു. പെരിയയിൽ ശ്രീനാരായണ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ലോ അക്കാദമി കെട്ടിട സമുച്ചയത്തിന് തറക്കല്ലിട്ടു. കാഞ്ഞങ്ങാട് മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി. റെയിൽവേ സ്റ്റേഷൻ ശുചീകരിച്ച സന്നദ്ധ സംഘടനകൾ മാതൃകയായി. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സ്മരണകൾ നെഞ്ചേറ്റാൻ ജില്ല ഒരുങ്ങുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടും സ്വാതന്ത്ര്യ സമരങ്ങളുടെ ഭാഗമായും നിരവധി പ്രക്ഷോഭങ്ങളാണ് മലയാളക്കരയിൽ നടന്നത്. മഹാരഥന്മാരുടെ നേതൃത്വത്തിൽ നടന്ന അത്തരം സമരങ്ങൾ പാഠപുസ്തകങ്ങളിൽ മാത്രം പരിചയപ്പെടുന്ന ഘട്ടത്തിലാണ് കാഞ്ഞങ്ങാട്ട് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സ്മരണകൾ നിലനിർത്താൻ സ്മാരകമൊരുങ്ങുന്നത്. പുതിയ തലമുറകൾക്ക് കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രം വരച്ചു കാട്ടാനുതകുന്ന സ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെമ്മട്ടം വയലിൽ മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് പിറകിൽ ഒട്ടേറെ മഹാരഥന്മാരുടെ ത്യാഗങ്ങളുണ്ടെന്നും സാമൂഹിക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച കേളപ്പജി മുതൽ K. മാധവൻ വരെയുള്ളവരുടെ സ്മരണ നിലനിർത്താൻ ഉതകുന്നതായിരിക്കണം ഈ സ്മാരക മന്ദിരമെന്നും മന്ത്രി പറഞ്ഞു. ഒരു സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഉള്ള ശക്തമായ പോരാട്ടം നമ്മുടെ സമൂഹത്തിൽ നിറവേറ്റപ്പെടുവാൻ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും വേർതിരിവില്ലാതെ, കക്ഷിയുടെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും വേർതിരിവില്ലാതെ ഒത്തൊരുമയോടുകൂടി ഒരു കാലഘട്ടത്തിൽ നമ്മൾ നീങ്ങി എന്നുള്ളതാണ് കേരളത്തിന്റെ പ്രത്യേകത. ആ പ്രത്യേകത നിലനിർത്തുവാനും നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനും എല്ലാവർക്കും കഴിയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഇതുപോലെയുള്ള സന്ദർഭങ്ങളെങ്കിലും അതിനൊക്കെ ഉപകാരപ്രദമാക്കി മാറ്റിയെടുക്കുവാനുള്ള അവസരം ഉണ്ടാകുമാറാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് CK ശ്രീധരൻ, മടിക്കെ കമാരൻ, ഗോവിന്ദൻ വള്ളിക്കാപ്പിൽ, കുസുമം, AV രാമകൃഷ്ണൻ, B. സുകുമാരൻ, VV രമേശൻ, മെട്രോ മുഹമ്മദ് ഹാജി എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരക ട്രസ്റ്റും സ്വാതന്ത്ര്യ സമര സേനാനി K. മാധവന്റെ നാമധേയത്തിലുള്ള ഫൗണ്ടേഷനും കൈകോർത്താണ് കാഞ്ഞങ്ങാട്ട് ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരകം നിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി കാസർകോട്ടും ഷീ ടാക്സി. താക്കോൽദാനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. മന്ത്രി അടൂർ പ്രകാശാണ് താക്കോൽദാനം നിർവഹിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ SJSRY പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ നൽകുന്നതിന്റെ ഭാഗമായി കുടുംബശ്രീ സംരംഭമായ ഷീ ടാക്സിയുടെ താക്കോൽദാനമാണ് മന്ത്രി അടൂർ പ്രകാശ് നിർവഹിച്ചത്. കാസർഗോഡ് മുനിസിപ്പൽ പരിസരത്ത് നടന്ന ചടങ്ങിൽ വട്ടമ്പാറ സ്വദേശിനി ഗായത്രിയും അണങ്കൂർ സ്വദേശിനി ബുഷ്രയുമാണ് ഷീ ടാക്സിയുടെ താക്കോൽ മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങിയത്. ചടങ്ങിൽ NA നെല്ലിക്കുന്നി MLA അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ T. അബ്ദുള്ള, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അബ്ബാസ് ബീഗം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷത്ത് റുമൈസ റഫീഖ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ E. അബ്ദുറഹ്മാൻ കുഞ്ഞു മാസ്റ്റർ, വൈസ് ചെയർപേഴ്സൺ താഹിറ സത്താർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ G. നാരായണൻ തുടങ്ങിയവരും സംബന്ധിച്ചു. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് SFI-യുടെ വിദ്യാർത്ഥി മാർച്ച്. കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു.
പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളതെന്ന് ആരോപിച്ചാണ് SFI സംസ്ഥാന വ്യാപകമായി മാർച്ച് നടത്തിയത്. മുൻകാലങ്ങളിൽ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പാഠപുസ്തകങ്ങൾ എത്തിക്കുമായിരുന്നു. എന്നാൽ ഇക്കുറി പുസ്തകങ്ങളുടെ അച്ചടികൾ പോലും ഇതുവരെയും പൂർത്തിയായിട്ടില്ല. മാറുന്ന സിലബസിനനുസരിച്ച് പഠനം നടത്തേണ്ടി വരുമ്പോൾ പാഠപുസ്തകങ്ങൾ ലഭിക്കാത്തതിനാൽ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും ആശങ്കാകുലരാണ്. എന്ത് പഠിപ്പിക്കണമെന്നറിയാതെ നട്ടം തിരിയുന്ന അധ്യാപകർക്കാകട്ടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റിലുള്ള ടീച്ചിംഗ് എയ്ഡ് ഡൗൺലോഡ് ചെയ്ത് പഠിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് പഠന നിലവാരം ഉയർന്നുവെന്ന് പറയുമ്പോഴും ഒന്നാം തരം മുതലുള്ള വിദ്യാർത്ഥികളുടെ പഠനത്തെക്കുറിച്ച് ബന്ധപ്പെട്ടവർ ഓർക്കണമെന്നാണ് SFI സമരത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അച്ചടി നടപടികൾ ഉടൻ പൂർത്തിയാക്കി പാഠപുസ്തകങ്ങൾ അടിയന്തരമായി വിദ്യാലയങ്ങളിൽ എത്തിക്കണമെന്നും SFI സമരത്തിലൂടെ ആവശ്യപ്പെടുന്നു. കാഞ്ഞങ്ങാട്ട് കുന്നുമ്മൽ കേന്ദ്രീകരിച്ചാണ് താലൂക്ക് ഓഫീസ് മാർച്ച് ആരംഭിച്ചത്. താലൂക്ക് ഓഫീസിന് മുന്നിൽ പോലീസ് സമരക്കാരെ തടഞ്ഞു. തുടർന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇവരെ കംപ്ലീറ്റ് മാറ്റുന്നതിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവരുടെയെല്ലാം വകുപ്പുകളൊന്നും വെച്ചുമാറുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചാലും എന്ന നിലയിൽ അപ്പോൾ ഒരാൾ പറഞ്ഞതും അങ്ങനെയാണെങ്കിൽ ഈ അപ്പുറത്തിന്റെ കുറിച്ചും അപ്പുറത്തിനെ കൊണ്ട് സാക്ഷാൽ റിപ്പിന് പോലും ഇരിക്കപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അപ്പുറത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിട്ട് കുഞ്ഞാലിക്കുട്ടി കൊടുക്കുക, കുഞ്ഞാലിക്കുട്ടിയുടെ വ്യവസായം എടുത്തിട്ട് അപ്പുറത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ മന്ത്രിമാർക്ക് എവിടെയെങ്കിലും വെച്ചുമാറാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുക. അതൊരു ചർച്ച നടത്തിയത്. SFI ജില്ലാ പ്രസിഡന്റ് P. വൈശാഖ് അധ്യക്ഷനായിരുന്നു. CPM നേതാവ് VV രമേശൻ, SFI സംസ്ഥാന കമ്മിറ്റി അംഗം ഖദീജത്ത് സുഹൈല, ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. TKK ഫൗണ്ടേഷൻ പുരസ്കാരം ശ്രീധര കമ്മത്തിന് സമർപ്പിച്ചു. പുതിയ കാലത്തെ മാധ്യമപ്രവർത്തകർ TKK പോലുള്ളവരെ മാതൃകയാക്കണമെന്ന പുരസ്കാരദാന ചടങ്ങിൽ മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. TKK ഫൗണ്ടേഷന്റെ 9ാമത് പുരസ്കാരമാണ് വിദ്യാഭ്യാസ പ്രവർത്തകൻ S. ശ്രീധര കമ്മത്തിന് മന്ത്രി അടൂർ പ്രകാശ് സമർപ്പിച്ചത്. വിദ്യാഭ്യാസ മേഖലയ്ക്കൊപ്പം നിരവധി പേർക്ക് തൊഴിൽ നൽകിയതുൾപ്പെടെ മാനവിക വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് ശ്രീധര കമ്മത്തിനെ മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നേതാവുമൊക്കെയായിരുന്ന TKK നായരുടെ സ്മരണാർത്ഥമുള്ള ഫൗണ്ടേഷന്റെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും വിശുദ്ധിയുടെ പ്രതീകമായിരുന്ന TKK നായർ മാധ്യമപ്രവർത്തകർക്ക് ഉദാത്ത മാതൃകയാണെന്നും വാർത്തകൾക്ക് വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുന്ന പ്രവണത ഏറിവരുന്ന വർത്തമാനകാലത്ത് TKK പോലുള്ളവരെ മാതൃകയാക്കാൻ മാധ്യമപ്രവർത്തകർ തയ്യാറാകണമെന്നും മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. സമൂഹത്തിൽ ഏറെ നന്മകൾ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തികളാണ് എന്നും ഓർമ്മിക്കേണ്ട ആളുകളാണ് എന്നുള്ളതുകൊണ്ടാണ് തീർച്ചയായും ഇതുപോലെയുള്ള അവസരങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്യുന്ന സൽപ്രവൃത്തികളാണ് നാളുകളിൽ ഇത് ഓർമ്മിക്കേണ്ട കാര്യമാണ് എന്ന് മറ്റ് പുത്തൻ തലമുറയ്ക്ക് തോന്നുമ്പോഴാണ് ഇതുപോലെയുള്ള അവസരങ്ങൾ സൃഷ്ടിച്ച് മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശ്രീ TKK നായർ എന്ന് പറയുന്ന വ്യക്തി ഏറെ നമ്മുടെ സമൂഹത്തിലേറെ നല്ല സംഭാവന, അതായത് അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രവർത്തന രംഗത്തൂടെ മാതൃകാപരമായ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫൗണ്ടേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് MC ജോസ് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. AV രാമകൃഷ്ണൻ TKK സ്മാരക പ്രഭാഷണം നടത്തി. മുൻ MLA M. നാരായണൻ, മടിക്കെ കമ്മാരൻ, P. മുഹമ്മദ് കുഞ്ഞിമാസ്റ്റർ, C. യൂസഫ് ഹാജി, K. വേണുഗോപാൽ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. T. മുഹമ്മദ് അസ്ലം സ്വാഗതവും TK നാരായണൻ നന്ദിയും പറഞ്ഞു. വാസയോഗ്യമല്ലാത്ത ഭൂമി ലഭിച്ചവർക്ക് ഭൂമി മാറ്റി നൽകുമെന്ന് മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. UDF സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂരഹിതരില്ലാത്ത കേരള പദ്ധതി പ്രകാരം ജില്ലയിൽ വാസയോഗ്യമല്ലാത്ത ഭൂമി ലഭിച്ചതായി പരാതിയുള്ളവർക്ക് പരിശോധിച്ച് നല്ല ഭൂമി നൽകുമെന്നാണ് മന്ത്രി അറിയിച്ചത്. ഭൂമിക്ക് വേണ്ടി പുതുതായി അപേക്ഷിച്ചവർക്കും ഭൂമി ലഭ്യമാക്കും. വാസയോഗ്യമല്ലാത്ത ഭൂമി നൽകിയതായി 200ഓളം പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. ഇത് പരിശോധിച്ച് അർഹരായവർക്ക് ഭൂമി മാറ്റി നൽകും. റവന്യൂ സർവേ ആധാരത്തിലൂടെ ലഭിച്ച 4.5 ലക്ഷത്തോളം അപേക്ഷകളിൽ പരിഹരിക്കാനുള്ളവ സമയബന്ധിതമായി തീർപ്പാക്കും. 3.5 ലക്ഷത്തോളം അപേക്ഷകൾ തീർപ്പാക്കിയിട്ടുമുണ്ട്. ജനകീയ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ദുരിതപൂർണമായ ജീവിതത്തിൽ
അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും ദുഃഖങ്ങൾക്കും പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് നിരവധി പദ്ധതികൾക്ക് രൂപം കൊടുക്കുകയും അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് നടപ്പാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോൾ അത് വലിയ തെറ്റുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബാധിതർ വസിക്കുന്ന പഞ്ചായത്തുകൾക്ക് ഇവിടെ ഇന്ന് ആംബുലൻസും മറ്റും വിതരണം ചെയ്യുന്ന ചടങ്ങ് കൂടി വെച്ചിട്ടുണ്ട്. ഈ 4ാമത് വാർഷികാഘോഷം ഈ കാസർഗോഡ് ജില്ലയിൽ നടക്കുമ്പോൾ തീർച്ചയായും കാസർഗോഡ് ജില്ലയുടെ ഒരു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഒരു വലിയ വികസന മുന്നേറ്റത്തിന് വഴിയൊരുക്കുവാൻ വേണ്ടിയുള്ള യാത്രയിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാകണം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സർക്കാർ അനുവദിച്ച 9 ആംബുലൻസുകളുടെ താക്കോൽദാനവും ചടങ്ങിൽ നടന്നു. സംസ്ഥാന മന്ത്രിസഭാ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ തന്നെയാണ് ആംബുലൻസുകളുടെ താക്കോൽദാനവും നിർവഹിച്ചത്. ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. PB അബ്ദുറസാഖ് MLA, സിഡ്കോ ചെയർമാൻ CT അഹമ്മദ് അലി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മുംതാസ് ഷുക്കൂർ, മുംതാസ് സമീറ, ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CB അബ്ദുള്ള ഹാജി, മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അരീഷ് P നായർ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ അരീഷ് നമ്പ്യാർ, കുര്യാഗോസ് പ്ലാപ്പറമ്പിൽ, അഹമ്മദ് അലി കുമ്പള, A കുഞ്ഞിരാമൻ നായർ തുടങ്ങിയവരും സംസാരിച്ചു. കാസർഗോഡ് ജില്ലയിൽ മാനേജ്മെന്റ് നിയമപഠനത്തിന് അവസരമൊരുങ്ങുന്നു. കാഞ്ഞങ്ങാട് പുതിയകോട്ട ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത ശ്രീനാരായണ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് മാനേജ്മെന്റ് ആൻഡ് ലോ അക്കാദമി സ്ഥാപിക്കുന്നത്. കാസർഗോഡിന്റെ ഉന്നത പഠന മേഖലയിലേക്ക് വെളിച്ചം വീശുകയാണ് ശ്രീനാരായണ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്. ബിരുദ പഠനം പൂർത്തിയായാൽ നിയമപഠനത്തിനും മാനേജ്മെന്റ് വിഭാഗം പഠനത്തിനും അന്യസംസ്ഥാനങ്ങളെയും അന്യജില്ലകളെയും ആശ്രയിക്കേണ്ട കാസർഗോട്ടുകാരുടെ ഗതികേടിനാണ് ശ്രീനാരായണ ട്രസ്റ്റ് പരിഹാരം കാണുന്നത്. പെരിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ നിയമപഠന വിഭാഗം മറ്റു ജില്ലയിലേക്ക് മാറ്റിയപ്പോൾ സ്വന്തം നാട്ടിൽ തന്നെ നിയമപഠനം നടത്താനാണ് ട്രസ്റ്റ് അവസരമൊരുക്കുന്നത്. അടുത്ത അധ്യയന വർഷത്തിൽ തന്നെ ക്ലാസുകൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ശ്രീനാരായണ ഗുരു എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ലോ അക്കാദമിക്ക് വേണ്ടി പെരിയയിൽ മന്ത്രി അടൂർ പ്രകാശ് തറക്കല്ലിട്ടു. ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന്റെ ഇതര മേഖലകളിൽ നടക്കുന്നുണ്ട്. SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ, SN ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ തന്നെ ഇവിടെ കാസർഗോഡ് ആരംഭിക്കുന്നത് പോലെ തന്നെ നിരവധി മേഖലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ച് നല്ല മികച്ച നിലവാരം പുലർത്തിക്കൊണ്ട് പോകുന്ന ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുവാൻ ഇടയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകരാണ്. ഉത്തര മലബാറിലെ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് പുതിയകോട്ട കേന്ദ്രീകരിച്ചാണ് ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത്. ചെയർമാൻ C രാജൻ പെരിയ തറക്കല്ലിടൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഉദുമ MLA K കുഞ്ഞിരാമൻ ട്രസ്റ്റ് അംഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് CK ശ്രീധരൻ, മടികെ കമ്മാരൻ, M പൊക്ലൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, മെട്രോ മുഹമ്മദ് ഹാജി എന്നിവർ സംസാരിച്ചു. ഡോക്ടർ KV ശശിധരൻ സ്വാഗതവും കുമാരൻ ഐശ്വര്യ നന്ദിയും പറഞ്ഞു. പൊതുസ്ഥലങ്ങളിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെതിരെ നടപടി തുടങ്ങി. കാസർഗോഡ് ഫ്ലക്സുകളും കമാനങ്ങളും നീക്കി. കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. റോഡരികിലും പൊതുനിരത്തിലും കമാനങ്ങളും ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിക്കുന്നതിനെതിരെ നടപടി ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് കാസർഗോഡ് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള അനധികൃത പരസ്യ ബോർഡുകളും മറ്റും നീക്കി തുടങ്ങിയത്. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീറിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ADMന്റെ നിർദ്ദേശപ്രകാരമാണ് തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ പോലീസ്, റവന്യൂ, PWD ഉദ്യോഗസ്ഥർ പൊതുസ്ഥലത്തെ പരസ്യങ്ങളും കമാനങ്ങളും നീക്കം ചെയ്യാൻ തുടങ്ങിയത്. റോഡരികിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അനധികൃത സ്തൂപങ്ങളും ചിഹ്നങ്ങളും ഇതോടൊപ്പം നീക്കം ചെയ്യും. ഇതിന്റെ ആദ്യപടിയായാണ് പൊതുസ്ഥലത്തെയും റോഡരികിലെയും പരസ്യ ബോർഡുകളും മറ്റും നീക്കിയത്. കാസർഗോഡ് അഡീഷണൽ തഹസിൽദാർ N പ്രഭാകരന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി.
ഒസ്തുർഗ്, മഞ്ചേശ്വരം, വെള്ളരിക്കുണ്ട് താലൂക്കുകളിൽ വരും ദിവസങ്ങളിൽ നടപടി സ്വീകരിക്കും. ദേശീയപാതയിലെ മുഴുവൻ ഫ്ലക്സ് ബോർഡുകളും പരസ്യ ബോർഡുകളും കമാനങ്ങളും ഉടൻ തന്നെ നീക്കും. പെട്ടിക്കടകൾ നീക്കുന്നതിന് 2 ദിവസത്തെ സമയം നൽകിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഉടൻ തന്നെ ഇത് ജില്ലാ ഭരണകൂടത്തിന്റെ ചെലവിൽ നീക്കും. ആരാധനാലയങ്ങളുടെ ആഘോഷ പരിപാടികൾക്ക് 2 ദിവസം മുമ്പ് മാത്രമേ അലങ്കാരങ്ങളും ബോർഡുകളും പോലീസ് അനുമതിയോടെ സ്ഥാപിക്കാൻ പാടുള്ളൂ. ഇത് പിറ്റേ ദിവസം തന്നെ നീക്കം ചെയ്യണം. ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അതും നീക്കം ചെയ്യും. യാതൊരു മാനദണ്ഡവുമില്ലാതെയാണ് റോഡരികിൽ ഫ്ലക്സ് ബോർഡുകളും മറ്റും കെട്ടിപ്പോകുന്നത്. ഇത് പലപ്പോഴും വാഹനാപകടങ്ങൾക്കും വർഗീയ സംഘർഷങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ ശുചീകരിച്ച സന്നദ്ധ പ്രവർത്തകർ. കേന്ദ്ര സർക്കാരിന്റെ ശുചിത്വ ഭാരത പദ്ധതിയുടെ ഭാഗമായാണ് ശുചീകരണ പരിപാടി നടത്തിയത്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനും പരിസരവുമാണ് വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചത്. റെയിൽവേ ട്രാക്കുകളിൽ ഉൾപ്പെടെ വലിച്ചെറിയപ്പെട്ട മാലിന്യങ്ങളും നീക്കം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ശുചിത്വ ഭാരത പദ്ധതിയുടെയും റെയിൽവേ സുരക്ഷയുടെയും ഭാഗമായിട്ടാണ് ശുചീകരണ പരിപാടി നടത്തിയത്. ഡിവിഷണൽ സേഫ്റ്റി കൗൺസിലർ എൻ ഹംസ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേഷൻ സൂപ്രണ്ട് ജയരാജ് മേനോൻ, സ്റ്റേഷൻ മാസ്റ്റർ രവീന്ദ്രൻ, കൊമേഴ്ഷ്യൽ സൂപ്പർവൈസർ സതീഷ്, പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി മുഹമ്മദ് അസ്ലം, മിഡ്ടൗൺ റോട്ടറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ, KV ജയരാജൻ, വിൽസൺ ജോസഫ്, അഡ്വക്കേറ്റ് അജയൻ, ഡോക്ടർ സജിത് സൈമൺ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിലുള്ള തൊഴിൽ വൈദഗ്ധ്യ പരിശീലനവും തൊഴിൽമേളയും ശനിയാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീണ കൗശല യോജന എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. എൻ നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്യും. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ യുവതി യുവാക്കൾക്ക് പരിശീലനത്തോടൊപ്പം തൊഴിലും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് നടപ്പാക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട കളക്ടറാണ് ഇതിന്റെ ജില്ലാതല കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ. അവർ സ്വാഗതം പറയും. അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി അധ്യക്ഷത വഹിക്കും. കാസർഗോഡ് MLA എൻ നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ പദ്ധതികൾ വിശദീകരിക്കാൻ വേണ്ടി സംസ്ഥാന മിഷൻ്റെ കൺസൾട്ടൻറ്റ് ശ്രീ ബിനു കുമാർ ഇവിടെ എത്തും. അതുപോലെ ജില്ലയിലെ MLAമാരായ K കുഞ്ഞിരാമൻ, E ചന്ദ്രശേഖരൻ, അതുപോലെ പുതുമ തൃക്കരിപ്പൂർ MLA K കുഞ്ഞിരാമൻ, മുനിസിപ്പൽ ചെയർമാൻ TE അബ്ദുള്ള, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുംതാസ് ഷക്കൂർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മജീദ് ചെമ്പരിക്ക, PT ടീന, ജോഷ്ന ജോസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലയിലെ പോളിടെക്നിക് കോളേജുകളിലെ അധ്യാപകർക്കുള്ള ശില്പശാല തൃക്കരിപ്പൂർ പോളിടെക്നിക് കോളേജിൽ ആരംഭിച്ചു. വെള്ളിയാഴ്ച സമാപിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനേക്കാൾ ഏറെ ട്രസ്റ്റ് നൽകുന്നത് നിങ്ങളുടെ ലെവലിലാണ്. നിങ്ങളുടെ ഒരുപക്ഷെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് മനസ്സിലാവും. ITIകൾക്കും പോളിടെക്നിക്കും ഇതിന്റെ പ്രധാന കാരണം എന്താണ്? ലോകത്തിലെ ഒരു വൻ ശക്തിയായി നമ്മൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നു. പൈതൃകമായി നമുക്കുണ്ടായിരുന്ന ശക്തി കോളനി വാഴ്ചക്കിടയിൽ നഷ്ടപ്പെട്ടു. മാത്രമല്ല വ്യവസായിക വിപ്ലവം നമുക്കുണ്ടായിട്ടുമില്ല. വ്യവസായ വിപ്ലവം ഉണ്ടാകാതെ കാർഷിക രംഗത്ത്, പരമ്പരാഗതമായ കാർഷിക രംഗത്തുണ്ടായ വളർച്ചയിലാണ് നമ്മൾ ഇതുവരെയൊക്കെ പിടിച്ചു നിൽക്കുന്നത്. ഇവിടെ ഒരു കണക്ക് പറഞ്ഞാൽ വികസിത രാജ്യങ്ങളിൽ 4% പേരാണ് കാർഷിക രംഗത്തുള്ളത്. പക്ഷെ അവരുടെ ആവശ്യത്തിനുള്ള ആഹാരം മാത്രമല്ല, കയറ്റുമതിക്കും കൂടിയുള്ള ആഹാരം, ഭക്ഷ്യോൽപ്പന്നങ്ങൾ അവർ സൃഷ്ടിക്കുന്നു. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. പെരിയ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാൾ M ചന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു. കാറ്റാടിക്കുമാരൻ, K കുഞ്ഞിക്കണ്ണൻ, AC വേലായുധൻ, PP സിദിൻ, CM മഹീശൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ SITTRന്റെ ആഭിമുഖ്യത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി മാറുന്ന രീതിയിൽ ജില്ലയിലെ 3 പോളിടെക്നിക് കോളേജുകളെയും മികവിന്റെ കേന്ദ്രങ്ങളായി മാറ്റുക എന്നതാണ് ലക്ഷ്യം. ഇതിന്റെ തുടർച്ചയായി വിദ്യാർത്ഥി പ്രതിനിധികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവരെ സംഘടിപ്പിച്ചുകൊണ്ട് ഏകദിന ശില്പശാല സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. മാലിന്യ പ്രശ്നത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. മഞ്ചേശ്വരത്ത് പഞ്ചായത്തിനെതിരെ കൂവിളി സമരം. വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം. മഞ്ചേശ്വരത്തും ഹൊസങ്കടിയിലും ഡ്രൈനേജ് ഇല്ലാത്തത് കാരണം പൊതുനിരത്തിലൂടെയാണ് മാലിന്യങ്ങൾ ഒഴുകുന്നത്. ഇതുമൂലം യാത്രക്കാരും വ്യാപാരികളും വൻ ദുരിതമാണ് അനുഭവിക്കുന്നത്. ഇതിനെതിരെ പലവട്ടം പരാതിപ്പെട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല. ഇതേ തുടർന്നാണ് മഞ്ചേശ്വരം വികസന സമിതിയുടെ നേതൃത്വത്തിൽ കൂവിലി സമരം സംഘടിപ്പിച്ചത്. CPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രാജൻ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം പഞ്ചായത്തിന്റെ നിഷ്ക്രിയത്വത്തിനെതിരായി ഒരു പ്രത്യേക രീതിയിലുള്ള സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആര് കണ്ടുമുട്ടിയാലും
മഞ്ചേശ്വരത്തുനിന്ന് പുറമേയുള്ള ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് നിങ്ങളെ കണ്ട് സംസാരിച്ചാൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് മഞ്ചേശ്വരം ഇങ്ങനെയാണ്? വസങ്കടി പരിസരം ആകെ മാലിന്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. 4 റോഡുകൾ സംഗമിക്കുന്ന ആ സ്ഥലത്ത് ആ റോഡിന്റെ അനുബന്ധമായി നിർമ്മിപ്പിച്ചിരിക്കുന്ന ഡ്രെയിനേജുകൾ മൊത്തം ബ്ലോക്കായിരിക്കുകയാണ്. യാക്കൂബ് കുഞ്ചത്തൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MK മജീദ്, അബ്ദുറഹ്മാൻ മാഫിദ്, ഹരിശ്ചന്ദ്ര മഞ്ചേശ്വര, ഹരീഷ് മാട, ബാസിദ് കൊപ്പളം തുടങ്ങിയവർ സംബന്ധിച്ചു. മധൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മുസ്ലിം ലീഗ് മാർച്ച് നടത്തി. മുസ്ലിം ലീഗ് മധൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു മാർച്ച്. പെൻഷനുകളും വ്യക്തിഗത ആനുകൂല്യങ്ങളും സ്വന്തക്കാർക്ക് മാത്രം വിതരണം ചെയ്യുന്നുവെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു. മുടങ്ങിക്കിടക്കുന്ന വിവിധ ക്ഷേമ പെൻഷനുകൾ ഉടൻ വിതരണം ചെയ്യുക, വികസന പദ്ധതികളും വ്യക്തിഗത ആനുകൂല്യങ്ങളും നൽകുന്നതിൽ പ്രത്യേക വിഭാഗത്തോടും മേഖലകളോടും കാണിക്കുന്ന വിവേചന പക്ഷാപാത സമീപനം അവസാനിപ്പിക്കുക, കൈക്കടത്തലും അവിഹിത കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കുക, വോട്ടർമാരെ മാറ്റുന്നത് മൂലം അട്ടിമറിക്കപ്പെട്ട കരട് വോട്ടർ പട്ടികയിലെ അപാകതകൾ പരിഹരിക്കുക, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വജനപക്ഷപാതം അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി MC ഖമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ TM ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി AK മഷറഫ് മുഖ്യപ്രഭാഷണം നടത്തി. P അബ്ദുറഹ്മാൻ ഹാജി പട്ല, യൂസഹദ് ഹാജി, മുത്തലിബ് പാറക്കട്ട, മജീദ് പടിഞ്ഞാർ, മുഹമ്മദ് കുഞ്ഞി ഹിദായത്ത് നഗർ, മജീദ് മലബാരി, ഹബീബ് ചെട്ടുംകുഴി, ഷാഫി പുളിക്കൂർ, UA അലി, MA മജീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നീലേശ്വരം കാവിൽ ഭവൻ യോഗ നാച്ചുറോപ്പതി ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ മാസം 21-ന് രാജ്യാന്തര യോഗാ ദിനം ആഘോഷിക്കുന്നു. ഇതിന്റെ ഭാഗമായുള്ള യോഗ പരിശീലനം നീലേശ്വരം പട്ടേന ജനശക്തി സാംസ്കാരിക വേദിയിൽ ആരംഭിച്ചു. ജൂൺ 21-ന് നടത്തുന്ന രാജ്യാന്തര യോഗ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള CCRYN-ന്റെ സഹകരണത്തോടെ 1 മാസം നീണ്ടു നിൽക്കുന്ന സൗജന്യ യോഗ പരിശീലനം പട്ടേന ജനശക്തി സാംസ്കാരിക വേദിയിൽ ആരംഭിച്ചിരിക്കുന്നത്. യോഗയിലൂടെ ആരോഗ്യ ബോധവൽക്കരണം സമൂഹമധ്യത്തിലെത്തിക്കുക എന്നതാണ് ലക്ഷ്യം. യോഗ പരിശീലനത്തോടൊപ്പം യോഗ വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകൾ, സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, മെഡിറ്റേഷൻ, പലതരത്തിലുള്ള റിലാക്സേഷൻ ടെക്നിക്കുകൾ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. 100-ലധികം പേർ ഇപ്പോൾ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. EV കുഞ്ഞികൃഷ്ണനാണ് പരിശീലകൻ. സമാപന ദിവസമായ 21-ന് യോഗ പ്രദർശനം, നീലേശ്വരം നഗരത്തിലൂടെയുള്ള യോഗ റൺ സെമിനാർ, സംഗീതശില്പം എന്നിവയും ഉണ്ടാകുമെന്ന് ഹരിദാസ് മാടക്കത്ത്, P രാമചന്ദ്രൻ എന്നിവർ അറിയിച്ചു. 20-ന് വൈകിട്ട് പട്ടേന മുതൽ നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷൻ വരെ NCC കേഡറ്റുകളെ പങ്കെടുപ്പിച്ചുള്ള വിളംബര ജാഥയും ഉണ്ടാകും. കയ്യൂരിന്റെ പാട്ടുകാരൻ NV അപ്പുവിന് നാടിന്റെ സ്മരണാഞ്ജലി. 2ാം ചരമവാർഷിക ദിനത്തിൽ ചെറുവത്തൂർ പുതിയ കണ്ടത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പുതിയ കണ്ടം സെൻട്രൽ, നാപ്പച്ചാൽ ബ്രാഞ്ചുകളുടെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. അനുസ്മരണ സമ്മേളനം MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. TS തിരുമൂർ എഴുതിയ പല വരികൾക്കും അതിന്റെ എല്ലാ അർത്ഥത്തിലും അതിനൊരു ഗാംഭീര്യം ഉണ്ടാകത്തക്കതിന് ശബ്ദം നൽകിയിട്ടുള്ള അതുല്യനായ ഒരു വിപ്ലവകാരനായിരുന്നു സഖാവ്. നമ്മൾ KPR പണിക്കരെ പോലെ കാണുന്ന അദ്ദേഹത്തിന് ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോൾ ഒറ്റയാനായിരുന്നു. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നീട് കയ്യൂർ ദിനാചരണ പരിപാടി അപ്പോഴത്തെ ഗാനമില്ലാതെ അല്ലെങ്കിൽ വിപ്ലവഗാനമില്ലാതെ ഒരു പരിപാടി നടന്നു. V ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KP വത്സലൻ, K കണ്ണൻ മാസ്റ്റർ, CV ഗിരീശൻ, മാധവി കൃഷ്ണൻ, VV ഗംഗാധരൻ, K വെള്ളൂങ്ങ, MP ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നീലേശ്വരം കടിഞ്ഞുമൂല വിഷ്ണുമൂർത്തി ദേവസ്ഥാനം പുനരുദ്ധരിക്കുന്നു. മന്ത്രി അടൂർ പ്രകാശ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങുകൾക്ക് മുന്നോടിയായി മന്ത്രിയെയും മറ്റ് വിശിഷ്ടാതിഥികളെയും വാദ്യമേളം, മുത്തുകുട എന്നിവയുടെ അകമ്പടിയോടെ ദേവസ്ഥാനത്തേക്ക് ആനയിച്ചു. കടിഞ്ഞുമൂല ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്ത് പ്രശ്നചിന്തയാൽ പുതിയ ആചാരക്രമങ്ങൾ നിശ്ചയിച്ചാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി അടൂർ പ്രകാശ് നിർവഹിച്ചു. ക്ഷേത്ര സന്നിധികളും ദേവാലയങ്ങളും ഓർക്കുന്നതാണ്. അത് നാനാജാതി മതത്തിൽപ്പെട്ടവർ അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച്
ആരാധനകളും പ്രാർത്ഥനകളും നടത്തുക സ്വാഭാവികമാണ്. തീർച്ചയായും നമ്മൾ ഏതൊക്കെ തരത്തിൽ പ്രാർത്ഥനകളും ആരാധനകളും നടത്തുമ്പോഴും നാനാജാതി മതത്തിൽപ്പെട്ടവരും അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് നടത്തപ്പെടുന്ന പ്രാർത്ഥനകളും എല്ലാം പൊരുൾ ഒന്നു തന്നെയാണ് എന്ന് നമ്മൾ നോക്കിക്കാണേണ്ടതായി. വിവിധ തരങ്ങളിലെ ആരാധനകൾ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കടവത്ത് ശ്രീധരനിൽ നിന്നും തുക ഏറ്റുവാങ്ങിയ ഫണ്ട് സ്വരൂപത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ മാമുന് വിജയൻ അധ്യക്ഷനായിരുന്നു. മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷൻ ചെയർമാൻ കൊയ്യം ജനാർദ്ദനൻ ചടങ്ങിലെ മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ കെ വി ശശിധരൻ, കെ വി വിശ്വംഭരൻ, എം കെ അബൂബക്കർ, ടി വി കൃഷ്ണൻ, എം വി ശശിധരൻ, സി ചന്ദ്രൻ, പി വേലായുധൻ, കെ വി സുരേന്ദ്രൻ, മധു മുകുന്ദൻ, കെ വി അമ്പാടി, മാട്ടുമ്മൽ കൃഷ്ണൻ, കെ വി പ്രകാശ്, എം വി രവി, എം വി മീനാക്ഷി എന്നിവർ സംസാരിച്ചു. പുനരുദ്ധാരണ കമ്മിറ്റി ജനറൽ കൺവീനർ മേലാളത്ത് കൃഷ്ണൻ സ്വാഗതവും കൺവീനർ എം ബാലചന്ദ്രൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സ്മരണകൾ നിലനിർത്താൻ സ്മാരകമൊരുങ്ങുന്നു. സ്മാരക മന്ദിരത്തിന് കാഞ്ഞങ്ങാട്ട് മന്ത്രി അടൂർ പ്രകാശ് തറക്കല്ലിട്ടു. കാസർകോട്ടും ഷീ ടാക്സി നിരത്തിലോടും. താക്കോൽദാന ചടങ്ങ് നടന്നു. പരസ്യ ബോർഡുകളും കമാനങ്ങളും പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കിയില്ലെങ്കിൽ സംഘാടകർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ജില്ലാ ഭരണകൂടം. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് SFI മാർച്ച്. കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. പുതിയ കാലത്തെ മാധ്യമപ്രവർത്തകർ TKKയെ മാതൃകയാക്കണമെന്ന് മന്ത്രി അടൂർ പ്രകാശ്. TKK ഫൗണ്ടേഷൻ പുരസ്കാരം ശ്രീധര കമ്മത്തിന് സമർപ്പിച്ചു. ജില്ലയിൽ മാനേജ്മെന്റ് നിയമപഠനത്തിന് അവസരമൊരുങ്ങുന്നു. പെരിയയിൽ ശ്രീനാരായണ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ലോ അക്കാദമി കെട്ടിട സമുച്ചയത്തിന് തറക്കല്ലിട്ടു. കാഞ്ഞങ്ങാട് മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി. റെയിൽവേ സ്റ്റേഷൻ ശുചീകരിച്ച സന്നദ്ധ സംഘടനകൾ മാതൃകയായി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.